സ്വന്തക്കാരെന്ന് പറയാൻ ആരും ഇല്ലാത്തതാണോ ഇജോ ചെയ്ത കുറ്റം? ഇതിൽ കുറ്റവും ശിക്ഷയൊന്നുമില്ല. അമ്മയുടെ സ്ഥാനത്തുനിന്ന് പറയാവുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവനത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മ ചോദിച്ച പോലെ ഇജോ തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ പറയാൻ എന്തുത്തരം അമ്മയുടെ കയ്യിലുള്ളത്? നീ എവിടെയെങ്കിലും ചെന്ന് കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കെ, എന്നിട്ട് ആലോചിക്ക്. ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ അമ്മ ഇപ്പം ഇറക്കി വിട്ടത്. ഇറക്കി വിട്ടതല്ല അച്ചു. ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്കൊരു കടമ അവകാശമൊക്കെ ഇല്ലേ? എങ്കിലൊരു മകൾ എന്ന നിലയ്ക്ക് എൻ്റെ അവകാശം ഞാൻ ചോദിച്ചോട്ടെ? നമ്മളങ്ങനെ ആരും ഇല്ലാത്തവരായത്. അമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? നീ ഇത്രയും കാലം അമ്മ വേദനിച്ചാലോ എന്ന് കരുതി ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ മറ്റുള്ളവരുടെ വേദനകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തപ്പോൾ എനിക്കത് അറിഞ്ഞേ തീരൂ. ആരാ എൻ്റെ അച്ഛൻ? നീ വെറുതെ. അമ്മേ, ഇനി ഈ ഒളിച്ചെളി വേണ്ട. പറ, എന്നെ അമ്മ ഒറ്റപ്പെടുത്തിയ മനുഷ്യൻ ആരാണ്? എന്തിനാ അമ്മ മടിക്കുന്നത്? അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചുപോയോ? അതോ ഉറപ്പിച്ചൊരാളുടെ പേര് പറയാൻ അമ്മയ്ക്ക് പ്രയാസമുണ്ടോ? മഴ പെയ്യോടാ കുഞ്ഞോയി? അത് രാത്രിയിലേക്ക് നോക്കിയാ മതി. നന്നായിട്ടൊന്ന് പെയ്ത് കിട്ടിയാ ഈ ചൂടിന് ഒരു ആക്കുണ്ടാവും. അതുണ്ടാവും. ഇതാ പിടിച്ചോ. വാ 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 വാ. ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഇജോ, അവൻ വാതിലടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയില്ലോ. എന്താ പ്രശ്നം? എനിക്ക് ഇജോയെ ഒന്ന് കാണണം. കുഞ്ഞോയെ. വക്കീലേ, 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 ഒന്ന് വാതിൽ തുറക്ക്. എന്തിനാ ഒച്ച ബഹളം വയ്ക്കുന്നേ? ഒരാൾ കാണാൻ വന്നിട്ടുണ്ടല്ലോ. ആര്? ഒരു പെൺകുട്ടിയാ. ഇതെന്താ അച്ചു? ഞാൻ ഇജോയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അമ്മയോട് പിണങ്ങിയോ? നോ, അങ്ങനെയൊന്നും പാടില്ല അച്ചു. അങ്ങനെയൊന്നും അല്ല. അമ്മ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. നിന്റെ നന്മ ഓർത്ത് തന്നെ അമ്മ പറഞ്ഞത്. യു ഷുഡ് ഗോ ബാക്ക്. ആരെയും വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട അച്ചു. അങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. ഇജോയ്ക്ക് എന്നെ കൂടെ നിർത്താൻ പറ്റുമോ? വേറൊന്നും എനിക്ക് കേൾക്കണ്ട. അച്ചുവാ, ഐ വിൽ ടേക്ക് യു ബാക്ക്. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. എൻ്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം. അതിനാരുടെ സഹായം ആവശ്യമില്ല. അച്ചു, അച്ചു. ഒരു കരയ്ക്ക് അടുക്കൂല. നമ്മൾ ചാടി നീന്തണം. ഏതാണ്ട് ദുബായ് കടപ്പുറത്തെത്തുമ്പോൾ ഓലി നമ്മളോട് പറയും ചാടി നീന്തിക്കോളി പകരെന്ന്. ചാട്ടമൊന്ന് പഴച്ചാ കടലില്ല. ഇനി ചാട്ടം പഴച്ചില്ല, നീന്തി കര കയറിയെന്ന് വെക്കുക. അവിടെ ഉണ്ടാവും അറബി പോലീസ്. ആരാ അബ്ദു ഈ മയത്ത്? നീയായിരുന്നാ? വാ വാ. എന്തേ ഒറ്റയ്ക്ക്? മോള് പോന്നില്ലേ? ഞാൻ വിചാരിച്ചു അവൾ ഇവിടെ ഉണ്ടാവുമെന്ന്. ഓഫീസിൽ നേരെ ഇങ്ങോട്ട് പോരുമെന്നാ പറഞ്ഞതേ. ഇനി മഴ ആയതുകൊണ്ട് നേരെ വീട്ടിൽ പോയി കാണുമെന്തോ. ഞാൻ ചെല്ലട്ടെ മുത്തമ്മ. ഞമ്മളല്ലേ ഇവിടെ നിക്കണ്. മോളിപ്പോ ഈ റുക്കിയും പുയാപ്പിളയും വിളിച്ചോണ്ട് വാ. നീ അവരെ നിക്കാനും കണ്ടതല്ലേ? ഇന്നിവിടെ വിരുന്ന കോയിറച്ചിയും പത്തിരിയൊക്കെ ഉണ്ട്, കഴിച്ചിട്ട് പോയാ മതി. അയ്യോ വേണ്ട മുത്തമ്മ. അച്ഛന് ഇടിയും മഴയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാ. അവൾ അവിടെ ഒറ്റയ്ക്കായിരിക്കും. എന്നാ ഇത്തിരി പാത്രത്തിൽ എടുത്തോണ്ട് പോ. അബ്ദുള്ള. അയ്യോ എന്തിനാ മുത്തമ്മ? നാളെ ഒന്ന് കഴിച്ചോളാം. ലോട്ടസിന് ഇവിടെ പിങ്ക് കളർ കൊടുക്കാല്ലേ? പിങ്ക് വേണ്ട, റെഡ് മതി. ഓക്കെ, റെഡ് എങ്കിൽ റെഡ്. ദാ പിടിച്ചു. നീ ഇവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയോ? ഇല്ല. അപ്പൊ അമ്മ പേടിക്കില്ലേ? പേടിച്ചോട്ടെ. അമ്മേട്ടെന്താ സൗന്ദര്യപ്പണക്ക? ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രയാസം? എനിക്കെന്ത് പ്രയാസം? ശ്രീയേട്ടൻ പുതിയ പ്രോജക്റ്റ് വർക്കുമായിട്ട് ഇടുക്കിയില്ലല്ലേ? എന്നാ ലീവ് കിട്ടാന്ന് ആർക്കറിയാം? നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടല്ലേ? ആണല്ലോ. അതുകൊണ്ട് അധികം ചോദ്യം ചെയ്യല് വേണ്ട. ഞങ്ങൾ ഭയങ്കര തിരക്കിലാണ്. മോളെ ദാ അവിടെ അടി. ദാ ഇവിടെ.
മതി, ഇനി വലിയ പോസൊന്നും കാണിക്കണ്ട. ഞാൻ ദാ തോറ്റ് തൊപ്പിയിട്ട് വന്നേക്കുക. സോറി. അച്ചു, അമ്മ സോറി പറഞ്ഞില്ലേ, ഇനി പിണങ്ങാൻ പാടില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ദേ ഈ നിമിഷം വരെ നിന്നെ കാണുന്നത് വരെ എന്തൊരു ചങ്കിടിപ്പായിരുന്നെന്നറിയാവോ? എനിക്കറിയാം നീ ഒരുപാട് വിഷമിച്ച് കാണുമെന്ന്. ഓർമ്മ വച്ചതിന് ശേഷം ആദ്യമായിട്ടല്ലേ അമ്മ നിന്നെ തല്ലിയത്? പാടില്ലായിരുന്നു, പക്ഷെ പറ്റിപ്പോയില്ലേ. ഒരു കാര്യം ചെയ്യാം, ആരും കാണാതെ 2 അടി നീ എൻ്റെ കർണത്തിന് തന്നോ. നാളത്തെ ദിവസം എന്താണെന്നറിയോ? നിന്റെ പിറന്നാളാ. നാളെ ജോലിക്കൊന്നും വരണ്ട. രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയി സദ്യ ഉണ്ടാക്കി നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഒരു ഉഗ്രം ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പം പറയില്ല. എന്നാ അമ്മ ഇപ്പം പോട്ടെ. പറ്റിയ നിന്റെ ബോസിനോട് പറഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് വരാൻ നോക്ക്. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. അതെന്റെയും കൂടെ വീടാണെന്ന് എനിക്ക് തോന്നണ്ടേ? അമ്മയുടെ നാടകമൊന്നും ഇനി എൻ്റെ അടുത്ത് വേണ്ട. എന്നെ വിശ്വാസം ഇല്ലാത്തോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ജീവിതത്തിലില്ല. ഉണ്ടോ? എൻ്റെ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. പറയില്ലെന്ന വാശിയാണ്. എന്തിന്? ഞാൻ അയാളോട് അവകാശം ചോദിച്ചില്ലെന്ന് വിചാരിച്ചിട്ടോ? ഇതുവരെ മകളാണെന്ന് അംഗീകരിക്കാത്ത അയാളെ വിചാരണ ചെയ്യുമെന്ന് പേടിച്ചിട്ടോ? എനിക്കൊന്നും വേണ്ട, പക്ഷെ അറിയണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. ആ, എന്താ അമ്മയും മോളും തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം? ഇന്നലെ എന്റെ വീട്ടിലായിരുന്നു, പറഞ്ഞില്ലേ? ആ, എന്താ പ്രശ്നം? സീരിയസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഏയ് വെറുതെ അവളെന്നെ പേടിപ്പിക്കല്ലേ. ശരി.